ഡിയാസിനെ പറ്റിയാണ്. അത് നല്ലൊരു പ്ലെയറാണ്. ഒരു ഹൈറ്റ് 152 പ്ലെയർ കോസ്റ്റ് 23 ബിൽഡപ്പ് ഷോർട്ട് പാസ് ആണ്. ഷോർട്ട് പാസ് ആണ് 99. ലോങ് പാസ് 0 ആണ്. അറ്റാക്കിംഗ് ഏരിയ വൈഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, മിഡിലല്ല. പൊസിഷനിങ് ഫ്ലെക്സിബിൾ മെയിൻറ്റെയിനിങ് ഫോർമേഷൻ അത്രയില്ല. സ്ട്രൈക്കർ ആയതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ പോയിന്റ് അത്രയില്ല. എം ഡിയാസ് അതിമനോഹരമായ പ്ലെയറാണ്. ഫുൾ ലൈൻ പ്രഷറാണ്. കണ്ടെയ്ൻമെൻറ്റ് ഏരിയ വൈഡാണ്. പ്രഷറിങ് ആഗ്രസീവാണ്. ഇതെല്ലാം കൂടെ ചേർത്താണ് എം ഡിയാസ് എന്ന കളിക്കാരൻ വരുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത് പ്ലെയർ എബിലിറ്റീസ്. അറ്റാക്കിംഗ് ക്രോസ് 81. പിന്നെ ഫിനിഷിങ് 83 ഉണ്ട്. സെറ്റ് പീസ് ടേക്ക് 77 ഉണ്ട്. ഹെഡർ 81. അതൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കിക്കിംഗ് പവർ 84. സ്പീഡ് 79. എക്സ്പ്ലോസീവ് പവർ 73. ഫിസിക്കൽ പൂൾ റേറ്റ് 80. ജമ്പ് 84. നല്ല ഹെഡർ ഗോളിനും സ്ട്രൈക്കർ എന്ന് പറയാൻ അത്രയും നല്ല ത്രൂ പാസ് കിട്ടാൻ നേരത്തെ അത് ഓടിയെടുക്കാനും ഉള്ള സ്റ്റാമിന 80 ഉണ്ട് ഗൈസ്. പിന്നെ ഫോം 5 ഇതിലാണ് കാണിച്ചേക്കുന്നത്. വളരെ മനോഹരമായൊരു പ്ലെയറാണ് എം ഡിയാസ്. പ്ലെയർ സ്കിൽസ് ഹെഡിങ് ആണ് ഇവൻ്റെ മെയിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. എം ഡിയാസിനെ കൊണ്ട് ഹെഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ നല്ലൊരു പ്ലെയറാണ്. നക്കൽ ഷോട്ടുണ്ട്, ടിപ്പിംഗ് ഷോട്ടുണ്ട്, എയറോബാറ്റിക് ഫിനിഷിംഗ് ഉണ്ട്. ബൈസൈക്കിളൊക്കെ എടുക്കാൻ പറ്റിയ പ്ലെയറാണ്. സ്ട്രൈക്കർ എന്ന് പറയുന്നത് എല്ലാത്തിലും നല്ല കോൺസെൻട്രേറ്റ് ഉള്ള പ്ലെയർ തന്നെയാണ് എം ഡിയാസ്. ത്രൂ പാസ് സെൻട്രൽ മിഡ്ഫീൽഡിന് കിട്ടി എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് അവനറിയാം. ഫസ്റ്റ് ടൈം ഷൂട്ടിലൊക്കെ ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഫൈറ്റിംഗ് സ്പിരിറ്റും ഉണ്ട്. അതുകൊണ്ടാണ് ഹെഡിൻ്റെ ഇത്. ഫോക്സ് ഇൻ ദ ബോക്സ്, അതെ ഹണ്ട് ഫോക്സ് ഇൻ ദ ബോക്സ് അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഫോക്സ് എന്ന് പറഞ്ഞാൽ ഹണ്ട് ഇൻ ദ ബോക്സ് അതെന്താണെന്ന് നോക്കാം. ബോക്സിലാണ് ഹണ്ട് ചെയ്യാനിരിക്കുന്നത്. ലോങ് റേഞ്ച് ഷോട്ടും ഇത് കാണിച്ചിട്ടുണ്ട്. വളരെ നല്ല പ്ലെയർ തന്നെയാണ് എം ഡിയാസ്. ഇത് ഏത് രാജ്യമാണ്, ഏതൊരു ക്ലബിൽ നിന്ന് വന്നതെന്ന്, പക്ഷേ സ്പാനിഷ് ക്ലബ്ബാണെന്ന് തോന്നുന്നു. വളരെ നല്ല പ്ലെയറാണ് എം ഡിയാസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്ലെയറാണ് എം ഡിയാസ്. പരിചയപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. ഇനി അടുത്ത പ്ലെയർ എന്ന് പറയുന്നത് വേറൊരു പ്ലെയറാണ്. പേര് എന്തൊരു വൈ സൊട്ടിലുട്ടോ. എൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല പ്ലെയേഴ്സ് ഒരാളാണ്. നമുക്ക് കാണാം ഇതിലും നല്ല അറ്റാക്കിംഗ് സ്റ്റൈൽ, പൊസിഷൻ ഗെയിം, ബിൽഡപ്പ്, ഷോർട്ട് പാസ്, അറ്റാക്കിംഗ് ഏരിയ വൈഡ്, പൊസിഷനിങ്, മെയിനിങ് ഫോർമാറ്റ്, ആൾ ഔട്ട് ഡിഫൻസ്, കണ്ടാമിനേറ്റ്, പ്രഷറിങ് ഹൈ, അഗ്രസീവ്. അതെ, ഇന്ന് ചെറിയ ചുമയുണ്ട്. അറ്റാക്കിംഗ് പ്രോസ് അത്ര ഇല്ലെങ്കിലും, കാരണം ഇത് സെൻട്രൽ റൈറ്റ് വിങ് ബാക്ക് ആണെന്ന് തോന്നുന്നു. SS ആയിട്ട് ഉപയോഗിക്കാം, ഇങ്ങനെ ലെഫ്റ്റ് വിങ് ആയിട്ട് ഉപയോഗിക്കാം. ബാൾ കൺട്രോൾ 79, ഡ്രിബിളിംഗ് 79, സെൻട്രൽ മിഡ്ഫീൽഡ് SS എന്ന് പറയുന്ന പൊസിഷനിൽ ഇങ്ങനെ ഉപയോഗിക്കാം. സ്പീഡ് 81 ഉണ്ട്. എക്സ്പ്ലോസീവ് പവർ 83 ഉണ്ട്. ബോഡി കൺട്രോളാണ് 89. അത് മനോഹരമാണത്. ഇവനെ കൊണ്ട് ത്രൂ പാസ്, എൻ്റെ ടീമിലാണെങ്കിൽ ത്രൂ പാസ് എനിക്ക് എം ഡിയാസിന് കൊടുക്കാം. വൈസ് ഷോട്ടിലിട്ടവനെ കൊണ്ട്. സ്കിൽസ് അങ്ങനെയൊന്നുമില്ല. പ്ലെയർ സ്റ്റൈൽസ് പ്രോഫിലിക് വിങ്ങറാണ്. വിങ്ങറായിട്ടും ഉപയോഗിക്കാം. ഒന്നുമില്ല, പക്ഷേ നല്ലൊരു പ്ലെയറാണ് വൈസ് ഷോട്ടിലിട്ടോ. രാജ്യക്കാരനാണ്. അതെ, ഇനി നമ്മൾ 2 പ്ലെയറിനെ പരിചയപ്പെട്ടു. വൈസ് ഷോട്ടിലിട്ടയും സ്ട്രൈക്കറായ എം ഡിയാസും. ഇനി അടുത്ത വീഡിയോ ഒക്കെ നമ്മൾ കുറേ പേരെ പരിചയപ്പെടാറുണ്ട്. ഇനി നമ്മൾ മാനേജറും കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. ഡി ഡെസ്റ്റാമ്പസ് ഫ്രഞ്ച് ടീമിനെ പരിശീലിപ്പിച്ച, ഈ ഫ്രഞ്ച് ടീമിൽ കഴിഞ്ഞാൽ ലോകകപ്പ് വിൻ ചെയ്ത പരിശീലനായിരുന്നു. ഒഫൻസീവും ഡിഫൻസീവും എല്ലാം 4-2-2 എന്ന ഫോർമേഷനാണ്. അതെ, മാനേജ് സ്കിൽ 590 ഉണ്ട്.
പൊസഷൻ ഗെയിമാണ്. പൊസഷൻ ഗെയിമിന് പേരിട്ട ഒരു ഇതാണ്. നമുക്ക് ഫ്രഞ്ചിൻ്റെ എന്തുകൊണ്ടാണ് വേൾഡ് കപ്പ് വിൻ ചെയ്തതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? ബിൽഡപ്പ്, ഷോർട്ട് പാസ്, വൈഡ്, ഫ്ലെക്സിബിൾ, ഡിഫൻസീവ്, ഫ്രണ്ട് ലൈൻ പ്രഷർ, രണ്ടാം ഏരിയ, മിഡിൽ പ്രഷറും കൺസെപ്റ്റീവ്. കുറേ ഉണ്ട്. ഇതിൽ 4 മാച്ച് അതല്ല, വളരെ നല്ലൊരു പ്ലേ തന്നെയാണ്, ഒരു മാനേജർ തന്നെയാണ്. എൻ്റെ ടീം ബാഴ്സലോണയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.